ഹലോ വെൽക്കം ടു മൈ ചാനൽ. അതെ, ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്ത്. എപ്പോഴും വിചാരിക്കും ഞാൻ ഇതെപ്പോഴെങ്കിലും നമ്മുടെ ഇതായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇതൊന്ന് ഇടണം എന്നുള്ളതൊക്കെ. പക്ഷേ എനിക്ക് അത് വീഡിയോ പിടിക്കാനുള്ളൊരു സിറ്റുവേഷനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും വീട്ടിലെ മിക്ക ദിവസവും അല്ലെങ്കിൽ ഒന്നരാടോ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ്. പക്ഷേ ഞാൻ ഏകദേശം അത് കണ്ട ഒരു ടൈം മുതൽക്ക് തന്നെ ഞാൻ പിന്നെ ഈ ലൈസോൾ അല്ലെങ്കിൽ നമ്മൾ ഫിനോയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാര്യം എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട്, എനിക്ക് നല്ല ക്ലീനായിട്ട് എനിക്ക് അതെപ്പോഴും തോന്നുകയും ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്തായാലും മോളൊന്ന് ഉറങ്ങി, പക്ഷേ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ എഴുന്നേൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ കടയിലോട്ട് ഉച്ച കഴിഞ്ഞുള്ളൊരു ടൈമാണ്. അപ്പോൾ കടയിലോട്ടൊക്കെ പോകാൻ വേണ്ടി നിൽക്കണം. മോൻ സ്കൂൾ വിട്ട് ഉച്ചയെല്ലാം ഒരു 4 മണിയായി. മോൻ സ്കൂൾ വിട്ട് വന്ന ടൈമൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ഒക്കെ ഒന്ന് റെഡിയാക്കി ഒതുക്കിയൊക്കെ ഒന്ന് നിർത്തി. പിന്നെ നമ്മുടെ നോമ്പിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോളും കൂടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും തറ തുടയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് എന്നെ അങ്ങ് എടുത്തേക്കാം എന്ന് കരുതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലേക്കാണ്. അപ്പം ഒത്തിരി മാറാലടിക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും, അങ്ങനത്തെ ഒരു ക്ലീനിങ് അല്ല, ജസ്റ്റ് ഒന്ന് തറ തുടയ്ക്കുക, ഫ്ലോറ് മാത്രമായിട്ടൊന്ന് തുടയ്ക്കുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് ഫ്ലോറ് തുടയ്ക്കാനായിട്ട് നമ്മളതിൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന്, നിങ്ങൾക്ക് ടൈമുള്ള സമയത്ത് കേട്ടോ, ഇതൊന്ന് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം. നിങ്ങൾ പിന്നെ എന്തായാലും നിങ്ങളിതല്ലാണ്ട് വേറെ ഒരു സംഭവം നിങ്ങൾ യൂസ് ചെയ്തില്ല. കാര്യം എനിക്ക് ഉറപ്പാണ്, എനിക്ക് 100% ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനും കടയിൽ നിന്ന് പോയിട്ട് നമ്മളെ കടയിൽ നിന്ന് തന്നെ ലൈസോൾ എടുത്തുകൊണ്ട് വരും. കാര്യം ലൈസോളിനൊരു ഇച്ചിരി ഒരു വെറൈറ്റി നല്ലൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അതിനെയും കടത്തി വെട്ടുന്ന സംഭവം കേട്ടോ. ആ സ്മെല്ല് ഇതിനൊരു സംഭവം മെയിൻ ഒരു ടിപ്പുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ഉറുമ്പൊക്കെ ഉണ്ടല്ലോ, ഉറുമ്പൊന്നും നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ടാണെങ്കിലും നമ്മുടെ തറയിലൊന്നും ഉറുമ്പോ അല്ലെങ്കിൽ ചെറിയ പ്രാണികളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഉറപ്പാണത്. കാര്യം അങ്ങനത്തെ അത് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് മറ്റും ദീർഘിപ്പിച്ചൊന്നും പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. എന്നാലും എനിക്ക് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് അത് എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ട് ഒന്നുമില്ലാതെ ഞാൻ വെറുതെ വീഡിയോ പിടിച്ചപ്പോൾ പിന്നെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടൊന്ന് ജസ്റ്റ് തൂക്കുന്നതൊക്കെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും കരുതരുത്. അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലോറൊക്കെ നന്നായിട്ട് ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഞാൻ മിക്ക ദിവസവും തുടയ്ക്കുന്നുണ്ട്. കാര്യം ഞങ്ങളുടെ വീട് കുഞ്ഞു വീടാണ്. അപ്പോൾ ഹോളും 2 റൂമും പിന്നെ മേളിലൊരു റൂമും അത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയ റൂമുകളൊക്കെയാണ്, പിന്നെ ഒരു കുഞ്ഞു കിച്ചനുമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം ഈ കിച്ചൺ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വൈറ്റ് ടൈലാണ്, പിന്നെ സ്റ്റെപ്പിന് ബ്ലാക്കാണ്. എന്നാലും അവിടെയും ഈ പൊടി ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാൻ പറ്റും, പകലൊക്കെ ഈ വെയിലൊക്കെ വരുന്ന സമയത്താണ് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ വൈറ്റ് ടൈല് എനിക്ക് മക്കളൊക്കെ ഉള്ളതുകൊണ്ട്, മോളൊക്കെ ഉള്ളതുകൊണ്ട്, എങ്ങനെ മോനാണെങ്കിലും മോളാണെങ്കിലും ഇവരെപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങും വരും. പിന്നെ മോൾക്ക് ഞാൻ വെളിയിലിടാൻ വേണ്ടിയിട്ടൊരു ചെരുപ്പും പിന്നെ അകത്തിങ്ങനെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ചെരുപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ സ്ഥലവും ഒന്ന് നന്നായിട്ട് നമ്മൾ ആദ്യം തൂത്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഇടുക കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പോഴേക്കും എൻ്റെ തൂക്കൽ കഴിഞ്ഞപ്പോഴേക്കും മോളങ്ങ് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ എന്തായാലും വീഡിയോ പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെരുപ്പ് ഇട്ട് കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ നനവുണ്ടെങ്കിലും സ്ലിപ്പായി പോകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ മോളും എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്നൊരു ചെറിയ തട്ടിക്കുടയിലും വൃത്തിയാക്കലൊക്കെ ഒന്ന് ആക്കി ഒന്ന് തൂത്തൊക്കെ ഇറക്കി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ ടൈമിൽ നിങ്ങളുടെ നോമ്പിൻ്റെ പരിപാടികളൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 4:30 4:45 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണി ഒന്ന് ഒതുങ്ങിയത് കൊണ്ടാണ് ഈ സമയത്തോട്ടൊന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയാണ്, ഇന്ന് എന്തൊക്കെയാണ് നോമ്പ് സ്പെഷ്യലൊക്കെ? വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും അല്ലേ? അതിനിടയിൽ പാലും പിന്നെ 1-2 ഐറ്റംസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് മോന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവൻ പോയി കടയിൽ വാപ്പിയുടെ കൂടെ പോയിട്ട് അതും കൂടെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ വേറെന്താണ്, പിന്നെ നമ്മൾ മിക്കവർക്കും ഒരു ഇതാണ്, നമ്മൾ നല്ല കൂടിയ സാധനം ഒത്തിരി കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്. അപ്പോൾ അതിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ മനസ്സിനൊരിതുണ്ടല്ലോ, അപ്പോൾ ആ ഒരു തൃപ്തി. പക്ഷേ ഇത് നമുക്ക് 1 രൂപ പോലും മുതൽ മുടക്കില്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള 1-2 ഐറ്റംസ് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ടും വൃത്തിയായിട്ടും നല്ല സ്മെല്ലാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ തൂത്തൊക്കെ ഇറക്കി ഏകദേശം എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ടൊക്കെ ഒന്ന് പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു അര ബക്കറ്റ് എന്ന് പറയുമ്പോൾ സാധാ ചെറിയ ബക്കറ്റാണ് കേട്ടോ. അതിൻ്റെ അര ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കണ്ടിട്ട് മോക്ക് ഇനി സമാധാനം ഇല്ല, എന്ത് ചെയ്യണം, അതിൽ ചെന്ന് കൈയിട്ട് മുക്കണോ എടുക്കണോ. അപ്പോൾ ഞാനൊരു ചെരുപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ആളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ പരിപാടി അര ബക്കറ്റ് വെള്ളത്തിൽ ഞാൻ വേറൊന്നുമില്ലാതെ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ വിനാഗിരി ഇല്ലേ, അത് മിക്ക വീടുകളിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇത് ഏകദേശം ഒരു നമുക്കിപ്പോൾ അര ബക്കറ്റ് ഒരു സാധാ ബക്കറ്റാണ്, ഒത്തിരി ഹൈറ്റുള്ളതല്ല. അപ്പോൾ അതിന് കണക്കാക്കുകയാണെങ്കിൽ ഞാനൊരു അര ഗ്ലാസ്സിൽ ഒരു ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അത്രയും വിനാഗിരി ആദ്യം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിനാഗിരിയാണ്. അപ്പോൾ ഇത് നമുക്ക് ടൈലിൽ ഉപയോഗിക്കുന്നുണ്ടോ, ഗ്രാനൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ടോ, മാർബിളിൽ യാതൊരു ബുദ്ധിമുട്ടും യാതൊരു ഇതും നമുക്കുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മളൊരു കറക്റ്റ് 1 ടീസ്പൂണോളം, ഒരു നുള്ളും കൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സാധാ പൊടിയുപ്പുണ്ടല്ലോ, ഈ പൊടിയുപ്പും കൂടെ ആയിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ 2 ഐറ്റമാണ് മെയിൻ വേണ്ടത്. ഇനി നമുക്കൊരു മണം വേണമല്ലോ, നല്ലൊരു സ്മെല്ല്. അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്നത് വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ പെർഫ്യൂം ഉണ്ടല്ലോ, നല്ല സ്മെല്ലുള്ള പെർഫ്യൂം എന്തായാലും മിക്ക വീടുകളിലും ഉണ്ടാവും. അപ്പോൾ ആ പെർഫ്യൂം ഒരു 2-3 സ്പിക്കൊന്ന് അടിച്ചു കൊടുത്താൽ മതി ആ വെള്ളത്തിലോട്ട്. അഥവാ നമുക്ക് പെർഫ്യൂം ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ സാൻഷോ പാക്കറ്റ് കംഫർട്ടില്ലേ, ആ കംഫർട്ട് മേടിച്ചിട്ട് അതിൻ്റെ പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സ്മെല്ലാണ്. അത് ആ ബ്ലൂ പാക്കറ്റ് തന്നെയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ബ്ലൂവും പിങ്കും നല്ല ഇതാണ്. ഞാനിത് 2 യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫ്യൂം ആണെങ്കിലും വളരെ നല്ല സ്മെല്ലുള്ളത്. ഒത്തിരി പെർഫ്യൂമൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് 2 നമ്മുടെ കയ്യിലൊന്ന് അടിക്കുന്ന അത്ര പോലും നമുക്ക് വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മോപ്പ് കൊണ്ടുവരുന്ന ടൈമിൽ ഒരു 3-4 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മറ്റേ പിഴിഞ്ഞെടുക്കുന്ന ടൈപ്പ് മോപ്പാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് ആ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം കേട്ടോ. അപ്പം ഇതെന്തായാലും ഈ ഒരു രീതി നിങ്ങൾക്ക് എത്രത്തോളം, എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി വളരെ കുറവാണ്, അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് അതിൻ്റെ ഒരു വൈറ്റ്നെസ് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ വീട്ടിലെ നിലം ഒന്ന് തുടച്ച് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാ സൈഡും നമ്മൾ തുടയ്ക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എനിക്ക് ഹോളാണ്. കാര്യം ഹോളാണ് എപ്പോഴും എനിക്ക് മുഷി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പിള്ളേരെപ്പോഴും കൂടുതൽ ടൈം കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഹോളിൽ എപ്പോഴും ഞാനൊരു 2 പ്രാവശ്യമെങ്കിലും തുടയ്ക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓരോ പ്രാവശ്യവും തുടയ്ക്കുമ്പോൾ ഞാൻ ഈ ബക്കറ്റ് ആക്കിയത് തന്നെ അതുകൊണ്ടാണ് എനിക്കതാ കുറച്ചും കൂടെ കംഫർട്ട് കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യവും തുടച്ച് ആ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൻ്റെ ഒരു അളവ് കുറവ് തോന്നുമ്പോൾ ഞാൻ വെളിയിലെ പൈപ്പിൽ ഒരു ചെറിയ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊണ്ട് ഈ മോപ്പൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ട് വന്നിട്ടാണ് പിന്നീട് വീണ്ടും ഈ ബക്കറ്റിലോട്ട് മുക്കുന്നത്. അപ്പം ഈ ബക്കറ്റിലെ വെള്ളം പെട്ടെന്ന് മുഷിയത്തില്ല. അപ്പം നമുക്കൊരു 2-3 ട്രിപ്പൊക്കെ വേണമെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓരോ റൂമും നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്
വളരെ നല്ല, ഇപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല, നല്ല ക്ലീനും നല്ല സ്മെല്ലുമാണ്. ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് ആ ഒരു സ്മെല്ല് നമുക്ക് എഫക്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും നിങ്ങൾ ഉണ്ടാവുകയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് തുടയ്ക്കുന്ന സമയത്ത് ഈ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. ഈ ഫിനോയിലും മറ്റ് സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. കാര്യം ഈ ഒരു പ്രാവശ്യം യൂട്യൂബിൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്തോ കണ്ടു പോയ ടൈമിൽ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ അത് എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നിയെന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളൊരു സംഭവം ഒരാൾ പറഞ്ഞ് അല്ലെങ്കിൽ കാണിക്കുന്നത് കൊണ്ടല്ലല്ലോ, അത് നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് അറിയുമ്പോഴാണ് നമുക്കത് എത്രത്തോളം ബെറ്ററാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ എല്ലാ റൂമും, ഇപ്പോൾ 2 റൂമും സ്റ്റെപ്പും പിന്നെ നമ്മുടെ ഹോളും ഫ്രണ്ട് സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതിനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ മണമെന്നറിയുമോ, നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ ഫാനും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എന്തായാലും ഒന്ന് ഇടണമെന്ന് കരുതിയിട്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തുടച്ചിട്ടും മതിയാവില്ല കേട്ടോ, ഒന്നും കൂടെ. കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇത് ഒന്ന് നോക്കി എത്രത്തോളം നിങ്ങൾക്കത് വൃത്തിയായി എന്നുള്ളത് എനിക്കറിയില്ല. അടിപൊളി സംഭവമാണ് സത്യം പറഞ്ഞ, ഒരു മാജിക് എന്നൊക്കെ തന്നെ പറയാം നമുക്ക്. അടിപൊളിയാണ്, അടിപൊളി, നല്ല ക്ലീനായിട്ട്. എന്ത് രസമല്ലേ നമ്മൾ വീട് ഇത്രയും വൃത്തിയാക്കി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലുള്ളിലൊരു സന്തോഷം വരണില്ലേ. ആ ഒരു സന്തോഷം കേട്ടോ ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഒരു ഈച്ച പോലും വന്നിരിക്കില്ല, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും നിങ്ങളിത് മിസ്സായി പോകണ്ട, എന്തായാലും ട്രൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. താങ്ക് യു. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.